വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു കേസറിയ ഫിലിപ്പിയിലെത്തി. അതിനുശേഷം അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും ജെറുസലേമിലേക്ക് പോകേണ്ടി വരുമെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവ്, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. തിരുവചന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് കുരിശിൻ്റെ അർത്ഥം തൻ്റെ മക്കളെ അടുക്കലിരുത്തി പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ ജെറുസലേം എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ സ്ഥലം, മരണത്തിൻ്റെ സ്ഥലം, മഹത്വീകരണത്തിൻ്റെ സ്ഥലം. സഹിക്കുവാൻ, മരിക്കുവാൻ, മഹത്വപ്പെടുവാൻ ഞാൻ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അത് കേട്ടപ്പോൾ പത്രോസ് മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നീ സഹിക്കാൻ പോകരുത്, നീ മരിക്കാൻ പോകരുത്. യേശു ഉടനെ പത്രോസിനെ വിളിച്ച വാക്ക് സാത്താനെ. സഹനത്തിലേക്ക്, കുരിശിലേക്ക് യേശുവിനെ തള്ളിവിട്ട യൂദാസിനെ വിളിച്ച വാക്ക് സ്നേഹിത. സഹിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പത്രോസിനെ വിളിച്ച വാക്ക് സാത്താനെ. എന്താ അർത്ഥം? യേശുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്, പാടുപീഡകളുടെ വഴിയാണ്. അതിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നത് തടസ്സമാണ്, പ്രതിബന്ധമാണ്. അത് സാത്താനാണ്. കുറുക്കു വഴി സാത്താൻ്റെ വഴി, കുരിശിൻ്റെ വഴി ക്രൈസ്തവൻ്റെ വഴി. അപ്പം നമ്മുടെയൊക്കെ വിളി കുരിശിൻ്റെ വഴിയിലേക്കുള്ള വിളിയാണ്. നമ്മളൊക്കെ സ്വീകരിച്ച ജ്ഞാനസ്നാനം അവനോടൊപ്പം സഹിക്കുവാനുള്ള ഒരു മാമോദീസയാണ്. അപ്പോൾ പത്രോസിനോട് പറയുന്ന വാക്കെന്താണ്? പത്രോസേ, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. കുരിശുകളും വേദനകളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ 3 വിധത്തിൽ അതിനോട് നമുക്ക് പ്രതികരിക്കാം. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവീകം. സഹനങ്ങൾ, വേദനകൾ ദൈവം ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ ഇതിലേത് വിധത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുക. പൈശാചികം. എന്താണ് പൈശാചികം? ദൈവമേ, എന്നെ പീഡിപ്പിച്ചവൻ ഇടിവെട്ടി ചത്തുപോണേ. എന്നെ വേദനിപ്പിച്ച ആൾ വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിക്കണേ. എന്നെ നൊമ്പരപ്പെടുത്തിയ ആൾ ഭൂമി വളർന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേ. എന്നെ വേദനിപ്പിച്ചവർക്ക്, എന്നെ നൊമ്പരപ്പെടുത്തിയവർക്ക് നാശം വരണേ, തകർച്ച വരണേ, ശിക്ഷ വരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ചിന്ത പൈശാചികം. 2 മാനുഷികം. എന്താണ് മാനുഷികം? സഹിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ശത്രുക്കാർക്ക് പോലും ഇത് വരുത്താതിരുന്നാൽ മതിയായിരുന്നു. തന്നതല്ലേ, അനുഭവിക്കാതെ പറ്റുമോ? ഇങ്ങനെ അവതാ പറഞ്ഞുകൊണ്ട്, ദുഃഖം പറഞ്ഞുകൊണ്ട് സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് മാനുഷികം. 3 ദൈവീകം. എന്താണ് ദൈവീകം? എൻ്റെ ദൈവമേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിന് എനിക്ക് ഈ കുരിശ് തന്നു? എന്തുകൊണ്ട് നീ എനിക്ക് അനുവദിച്ചു തന്നു? ശാസ്ത്രത്തിൻ്റെ ചോദ്യം എങ്ങനെ? വിശ്വാസത്തിൻ്റെ ചോദ്യം എന്തുകൊണ്ട്? ശാസ്ത്രം ചോദിക്കും എങ്ങനെ ഈ രോഗം ദേഹത്ത് പിടിച്ചു? വിശ്വാസം ചോദിക്കും എന്തുകൊണ്ട് ഈ രോഗം ദൈവം എനിക്ക് തന്നു? യേശു കുരിശിൽ കിടന്ന് പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എങ്ങനെ ഞാൻ കുരിശേ കയറിയെന്നല്ല, പിന്നെയോ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ജീവിതത്തിൽ ഓരോ തകർച്ചയും ഓരോ നൊമ്പരവും വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരു സ്വയപരിശോധന നമ്മൾ നടത്തണം. എന്തുകൊണ്ട് ദൈവം എനിക്കിത് തന്നു? അങ്ങനെ ചിന്തിച്ചവർക്കൊക്കെ ദൈവം വളരെ നല്ല ഉത്തരങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ബെല്ലൂർ ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറായിരുന്ന കങ്ങഴ സ്വദേശിനി ഡോക്ടർ മേരി വർഗീസ്, അവർ പിക്നിക്ക് പോയ വണ്ടി മറിഞ്ഞ് അരക്കെട്ടിന് താഴത്തേക്ക് തളർന്നുപോയി. അനേക മാസങ്ങൾ കട്ടിലിൽ കിടന്നപ്പോൾ ഡോക്ടർ മേരി വർഗീസ് കട്ടിലിൽ കിടന്ന് ചോദിച്ച ചോദ്യമുണ്ട്, ക്രിസ്തുവേ, എൻ്റെ അരയ്ക്ക് താഴത്തേക്കുള്ള ചലനശക്തി നഷ്ടപ്പെടുത്തിയിട്ട് അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാനുള്ള ശക്തി നീ എന്തിനാണ് എനിക്ക് തന്നത്? അപ്പോൾ അവൾക്ക് യേശു ഉത്തരം കൊടുത്തു, മോളെ,
നിന്റെ അരയ്ക്ക് താഴത്തേക്കുള്ള ചലനശക്തിയല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അരയ്ക്ക് മുകളിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരഭാഗം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ധൈര്യം വീണ്ടെടുത്തു. സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ അഭ്യസിച്ചു. ലോകപ്രശസ്ത അവാർഡുകൾ ബെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ആ തളർന്ന ഡോക്ടർ കൊണ്ടുവന്നു. ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ബലം. തൃശ്ശൂരടുത്ത് മരത്താക്കര എന്ന സ്ഥലത്ത് സിസ്റ്റർ നോർബർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് തളർന്നു പോയവൾ അരയ്ക്ക് താഴത്തേക്ക്. കറങ്ങുന്ന ചക്രക്കസേരയിലിരുന്ന് അനേകർക്ക് ഉപദേശം കൊടുക്കുന്നു, മഠത്തിലെ ജോലികൾ നടത്തുന്നു, സന്തോഷത്തോടെ ഓടി നടക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് സഹനത്തിൽ ഉത്തരം കിട്ടുന്നു. ശാലോൻ ടിവിയിൽ കഴിഞ്ഞ വർഷം ദുഃഖവെള്ളിയാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എൻ്റെ ദുഃഖവെള്ളി. അതിൽ കണ്ടു വണ്ടി അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചവർ, തകർച്ചകളിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ തളരാതെ പതറാതെ ക്രിസ്തുവിനോട് ചേർന്ന് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നാണ്. ഇതാണ് പൗലോസിൻ്റെ വാക്ക്. ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 13-ാം തിരുവചനം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവേശുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഇതായിരുന്നു ആദിമസഭ. രക്തസാക്ഷികൾ വത്തിക്കാൻ്റെ വധക്കുന്നുകളിൽ, റോമിലെ ആംബി തിയേറ്ററുകളിൽ ക്രൂരമൃഗങ്ങൾ ആദ്യം ക്രൈസ്തവരുടെ പച്ചമാംസം കടിച്ചു പറിച്ചപ്പോൾ, തെളിച്ചു മറിയുന്ന എണ്ണയിൽ ക്രൈസ്തവ മാംസം വറുത്തെടുക്കപ്പെട്ടപ്പോൾ ആ വേദനയുടെ നടുവിൽ കിടന്നും അവർ പറഞ്ഞു, എൻ്റെ ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഇതാണ് സഹനത്തെ ആദിമസഭ കണ്ട രീതി, സഹനത്തെ ക്രിസ്തു പഠിപ്പിച്ച രീതി. ഇന്ന് നമുക്കുകൊണ്ട് സഹനം. ഓരോ പ്രായത്തിൽ ഓരോ രീതിയിലാണ് നമ്മുടെ സഹനങ്ങളെന്ന് മാത്രം. ഓരോരോ കാലങ്ങളിൽ ഓരോരോ രീതികളിൽ നമുക്ക് സഹനം വന്നുകൊണ്ടിരിക്കും. കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ സഹനമായിരുന്നു ചായക്കടയിലെ ചില്ലലമാരിയിൽ പലഹാരം കാണുമ്പോൾ വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം. അതായിരുന്നു അന്നത്തെ സഹനം. പരിപ്പ് വട, ബോണ്ട, ഉഴുന്നുവട, പഴംപൊരി, പാലപ്പം ഇതൊക്കെ കാണുമ്പം അത് മേടിക്കാൻ അന്ന് 50 പൈസ കയ്യിലില്ലായിരുന്നു. ഇതായിരുന്നു അന്നത്തെ സഹനം. ഒരു ചെറിയ തട്ടുകട മേടിക്കാനുള്ള കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്നുള്ള സഹനം. ഡോക്ടർ കയ്യെ പിടിച്ച് ചോദിക്കുന്നു, അച്ഛാ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്കി ബാലൻസ് ഉണ്ടോ? ഇനി ഭക്ഷണം കഴിക്കാനും കുഴപ്പമില്ല, കാശിനും കുഴപ്പമില്ല. അപ്പോഴാണ് മോൻ പോയി ഒരു മുതുപണ്ടാരത്തെ കെട്ടിക്കൊണ്ട് വരുന്നു. അല്ലെങ്കിൽ മോള് ഒരുത്തിൻ്റെ പുറകെ ഒറ്റ ഓട്ടം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കമൻ്റ് അങ്ങ് പറഞ്ഞു. ഏതെങ്കിലും ഒരു കുരിശ് നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ലോകം ഒരു വലിയ കുരിശാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം പറയും, ലോകത്ത് നോക്കുന്നിടത്തെല്ലാം കുരിശിൻ്റെ മുദ്രകളാണ്. മനുഷ്യൻ കൈവിരിച്ച് പിടിച്ചാൽ അത് കുരിശിൻ്റെ ഷേപ്പ്. ആകാശത്തിലൂടെ പക്ഷി ചിറക് വിരിച്ച് പറക്കുമ്പോൾ അതിന് കുരിശിൻ്റെ ഷേപ്പ്. കർഷകൻ നെൽപ്പാടത്ത് കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുമ്പോൾ അവൻ കലപ്പ കൊണ്ട് ഭൂമിയിൽ കുരിശടയാളങ്ങൾ ഇട്ടിട്ട് പോകുന്നു. എവിടെ നോക്കിയാലും കുരിശിൻ്റെ മുദ്രകളും കുരിശിൻ്റെ ഷേപ്പുകളും ഉണ്ട്. നമ്മൾ ദിവസവും കർത്താവലമാലാക ചെല്ലും. കർത്താവലമാലാക ചെല്ലുമ്പോൾ അവസാനം ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്. അതാണ് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ നമ്മളത് പ്രാർത്ഥിക്കുന്നത്? ഈശോമിശിഹായുടെ വാഗ്ദാനം എന്താ? ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സൗഭാഗ്യവും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. അതാണ് ഈശോമിശിഹായുടെ വാഗ്ദാനം എന്ന് നമ്മൾ അറിയുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസവും അത് ചോദിച്ച് മേടിക്കുകയാണ്. കുരിശുകളെ തരണേ. തന്നു കഴിയുമ്പോഴോ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയിലേക്ക് തപ്പി നമ്മൾ പോകും, ഇതൊന്ന് എടുത്തു മാറ്റിക്കോണേ എന്ന് പറയാനായിട്ട്. പള്ളിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും, കരങ്ങൾ വിരിച്ചു പിടിച്ച്, ഒരുക്കി എന്നെ നീ വാർത്തെടുക്കൂ. ദൈവം പ്രാർത്ഥന കേൾക്കും. പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം ഒരുക്കാൻ ഒരു കെട്ടിയവൻ, വാർക്കാൻ ഒരു ഭാര്യ, ഉടച്ചു വാർക്കാൻ നാട്ടുകാർ, തകിടം മറിക്കാൻ നാത്തൂൻ ഗോത്രം, എല്ലാവരും കൂടെ വരിക. ഉടനെ നമ്മൾ പറയും, അവർ ചോദിക്കും, പള്ളി വെച്ച് പാടിയതല്ലേ, ഞങ്ങളൊന്ന് സഹകരിക്കട്ടെ. ഉടനെ നമ്മൾ പറയും, ആ കർത്താവേ, ഞാൻ തമാശന് പാടിയതല്ലേ, നീ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോ. അപ്പോൾ കുരിശുകൾ, വേദനകൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്ത്, അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടത് തികച്ചും അത്യാവശ്യമാണ്. ഇടവകയിലെ യുവജനങ്ങളുടെ ബൈബിൾ വായനയുടെ മത്സരം, ബൈബിൾ തുറക്കുമ്പം കിട്ടുന്നത് വായിക്കുക എന്നതായിരുന്നു നിയമം. തുറക്കുമ്പോൾ കിട്ടുന്നത് വായിക്കുക.
അപ്പോൾ ഒരു യുവാവ് വന്നു, ബൈബിൾ എടുത്തു. ഇപ്പം ബൈബിൾ എടുത്തു, അവൻ തുറന്നപ്പോൾ കണ്ടത് ഈ ഭാഗമാണ് ശിമയോൻ മാതാവിനോട് പറയുന്നത്. അപ്പം അവൻ നോക്കുമ്പോഴുണ്ട് ബി ടീമിൽപ്പെട്ട ഒരു യുവതി പള്ളിയുടെ ആനവാതിൻ്റെ അതിലെ കടന്നു വരുന്നു. അപ്പം അവൻ ബൈബിളെ നോക്കി, അവളെ നോക്കി, ഒന്നുകൂടെ നോക്കി, വീണ്ടും നോക്കി. അവൻ വായിച്ചത് ഇങ്ങനെ: നിന്റെ ഹൃദയത്തിലൂടെ ഒരുവൾ കടന്നു പോകും, ഒരു വാൾ കടന്നു പോകും. അപ്പം മറിയത്തിൻ്റെ ജീവിതത്തിൽ എന്നും ഒരു വാളുണ്ടായിരുന്നു. തൻ്റെ പ്രിയമകനായ യേശു താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുമെന്നുള്ള പ്രവാചക മുന്നറിയിപ്പ് മറിയം അനുഭവിച്ച ഒരു വാളായിട്ടാണ് നമ്മൾ കാണുക. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൽ അമ്മ നെഞ്ചിൽ ഒരു വാള് വഹിച്ചിരുന്നു. വീണ്ടും നമുക്കറിയാം, യേശു തന്നെ ജീവിതത്തിൽ മാതാവിനെ അല്പം മുറിച്ചു മാറ്റുന്ന വർത്തമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. കാനായിൽ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? വീണ്ടും ദേവാലയത്തിൽ വെച്ച് നീ എന്തിനാകുലപ്പെടുന്നു? എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ഇപ്പം ചെറിയ ചെറിയ നൊമ്പരങ്ങളുടെ അനുഭവങ്ങളിലൂടെ യേശു മാതാവിനെ കൊണ്ടുപോയി. എന്തിനു വേണ്ടിയാ ആ അനുഭവം കൊടുത്തത്? ഈശോയ്ക്കറിയാം 33-ാമത്തെ വയസ്സിൽ ഈ അമ്മയിൽ നിന്നും ഞാൻ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ അമ്മ ആ വേദന സഹിക്കണമെങ്കിൽ കൊച്ചു കൊച്ചു വേദനകളിലൂടെ അമ്മ കടന്നു പോകണം, കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ അമ്മ കടന്നു പോകണം. ഈ അനുഭവവും യേശു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മാതാവിൻ്റെ ജീവിതത്തിൽ സഹനത്തിലൂടെ, കുരിശിലൂടെ, സഹനാനുഭവങ്ങളിലൂടെ ദൈവം ആ അമ്മയെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് കാണാം. യേശുവിൻ്റെ ജീവിതം എടുക്കുക. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ യേശുവിനുണ്ടായിരുന്നു. പിറന്നു വീണ രാത്രിയിൽ പിറക്കാൻ ഇടം കിട്ടാതെ വലയുന്ന ദൈവപുത്രൻ, ജനിച്ചു കഴിഞ്ഞപ്പോഴോ ഓരോ നിമിഷവും ആരാലൊക്കെയോ അവൻ തള്ളിപ്പറയപ്പെട്ടു. പലപ്പോഴും പലരാലും അവൻ തള്ളിപ്പറയപ്പെട്ട യേശുവായിട്ടാണ് നമ്മൾ കാണുക. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം എന്തെന്ന് ചോദിച്ചാൽ അവനെ ആരും മനസ്സിലാക്കിയില്ല. അതായിരുന്നു യേശുവിൻ്റെ വലിയൊരു സഹനം. അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് യേശു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിലായെന്നറിയാൻ വേണ്ടിയാ. ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ ദുഃഖം നമ്മളെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ ദുഃഖം. തെറ്റുപറ്റിയ ഭർത്താവ് ഭാര്യയോട് പറയുക, എടീ ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാ. ഉടനെ ഭാര്യ പറയുക, പോടോ കള്ളക്കണ്ണീരൊലിപ്പിക്കാതെ. ഭാര്യ ഭർത്താവിനോട്, എൻ്റെ പൊന്നു മനുഷ്യ മാപ്പാക്കണം, അറിയാതെ പറ്റിയതാ, പോടി മുതലക്കണ്ണീര് ഒഴുകാതെ. അപ്പം കണ്ണുനീരൊക്കെ കണ്ടാൽ ഇത് കള്ളത്തരമാണെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരും, ഈ കണ്ണുനീരൊക്കെ എവിടെ പോയി? കർത്താവ് ഉത്തരം തരുന്നു, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കണ്ണുനീരും നൊമ്പരങ്ങളും തരുമ്പോൾ അതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്, അതൊരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ നൊമ്പരം ഒരു കാര്യം ചെയ്തിട്ട് ചെയ്തതുപോലെ അത് പിടികിട്ടിയില്ലെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ നൊമ്പരം. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് അതുപോലെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരം. ഞാൻ ഉഴവൂർ ആശ്രമത്തിൽ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഒരു വലിയ പുൽക്കൂടുണ്ടാക്കി. മുഴുത്ത കാള, മുട്ടൻ കഴുത, ഒന്നാന്തരം ഔസേപ്പിതാവ്, ഒന്നാന്തരം പരിശുദ്ധയമ്മ, ഒരു മുഴുത്ത ഉണ്ണീശോ, മാലാഹമാരൊക്കെ വലുത്, 10-20 ചെറുപ്പക്കാർ കൂടി എൻ്റെ കൂട്ടത്തിൽ കൂടി ഞങ്ങൾ വലിയ പുൽക്കൂടുണ്ടാക്കി. അപ്പം പുൽക്കൂടുണ്ടാക്കിയപ്പോൾ എനിക്കൊരാഗ്രഹം, പുൽക്കൂടിനകത്ത് ഒരു മുഴുത്ത ഹൃദയം കെട്ടിത്തൂക്കണം. ആ ഹൃദയത്തിനകത്ത് വേണം ഉണ്ണീശോ പിറന്ന് കിടക്കാൻ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് യൂറോപ്പിൽ നിന്ന് ഒരു മുഴുത്ത ഉണ്ണീശോയും എത്തിച്ചു തന്നു. ഞാൻ പുൽക്കൂടെല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ ഹൃദയം ഉണ്ടാക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പോൾ ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന സ്ഥലത്ത് എനിക്ക് ഒത്തിരി അടുപ്പമുള്ള ഒരു ആശുപത്രിയുണ്ട്. അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ 2008 ഒരു പുൽക്കൂടുണ്ടാക്കിയപ്പം ഒരു വലിയ ഹൃദയം ഉണ്ടാക്കി. ഹൃദയത്തിലാണ് ഉണ്ണീശോയെ പിറക്കുന്ന രീതി കൊടുത്തിരുന്നത്. ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ച് ചോദിച്ചു, 2008 ആ ഹൃദയം അവിടെ തന്നെ ഇരിപ്പുണ്ടോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ അത് ഗോഡൗണിൽ കിടപ്പുണ്ട്, വേണേ അച്ഛനെ എടുത്തുകൊണ്ട് പോവാം. ഞാനൊരു വണ്ടിയും കൊണ്ട് ചെന്ന് മുരിക്കാശ്ശേരിയിലെ ഹൃദയം കാറെ കയറ്റി ഉടുവൂരിലേക്ക് കൊണ്ടുവരിക. വളവും പൊളവും കട്ടറും കുന്നും കുഴിയും ഉള്ളതുകൊണ്ട് മരുന്ന് വഴിക്ക് കുലുങ്ങി ഈ ഹൃദയം അങ്ങ് കോടിപ്പോയി, യഥാർത്ഥ ഷേപ്പ് അങ്ങ് പോയി. പിന്നെ ഞാൻ കൂട്ടുകാരെ കൂട്ടി ഒന്നാന്തരം ഹൃദയത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പഞ്ഞി, തെർമോക്കോൾ എല്ലാം കൂടെ പതിപ്പിച്ചിട്ട് ചോര നിറത്തിൽ പെയിൻ്റൊക്കെ തൂത്ത് ഒരു ഉഗ്രൻ ഹൃദയം ഉണ്ടാക്കി പുൽക്കൂട്ടിൽ കൊളുത്തിയിട്ടു. ഒരു കടലാസ് ഞാൻ കുറിച്ച് മുറി വെച്ചു.
1000 പുൽക്കൂട്ടിൽ പിറന്നാലും ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ട് എന്തർത്ഥം? ആ ബോർഡ് തൂക്കിയില്ല, അത് രാത്രി തൂക്കിയാൽ മതിയല്ലോ. ബാക്കിയെല്ലാം ഒരുക്കി വെച്ചു, ഹൃദയവും തൂക്കിയിട്ടു. രാത്രി 11:30 ബോർഡും വെച്ച് ഉണ്ണിയെ കിടത്താവുന്നോർത്ത്. വികാരിയച്ഛൻ പുൽക്കൂട് കാണാൻ വേണ്ടി വൈകുന്നേരം 5:30 അവിടെ വന്നു. പുൽക്കൂട് കണ്ടേച്ച അച്ഛൻ എന്നോട് ഹൃദയഭേദകമായൊരു ചോദ്യം. അച്ഛൻ ചോദിച്ചു, ജോസഫച്ച, ഈ വർഷം ഉണ്ണീശോ കശുമാങ്ങാടെ അകത്താണോ പിറക്കാനായിട്ട് പോണത്? എന്ത് കഷ്ടപ്പെട്ട ഹൃദയം ഉണ്ടാക്കിയെന്ന് എനിക്കേ അറിയത്തുള്ളൂ. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ നൊമ്പരം. ഒരു കാര്യം ചെയ്തിട്ട് ചെയ്തതുപോലെ പിടികിട്ടിയില്ലെങ്കിൽ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നൊമ്പരം. യേശുവിൻ്റെ നൊമ്പരം അതായിരുന്നു. ശിഷ്യന്മാർക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ്റെ അമ്മയ്ക്ക് പോലും അവൻ പറഞ്ഞത് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. സഹിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. അവസാനം അവൻ 3 മരണാനുഭവങ്ങളിലൂടെ കടന്നുപോയി. സകലത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ 3 മരണാനുഭവങ്ങളിലൂടെ യേശു കടന്നുപോയി. 1, മാനസിക മരണം. അവൻ രക്തം വിയർത്തു. ഒരു മനുഷ്യൻ്റെ വേദനയുടെ അങ്ങേയറ്റത്ത് മനോവേദനയിൽ രക്തം വിയർക്കാം. ഞാൻ ഈയിടെ കണ്ടു, ഒരു ആശുപത്രിയിൽ ഒരു സഹോദരൻ കിടക്കുന്നു. മഞ്ഞപ്പിത്തം വന്ന് കുഴഞ്ഞിട്ട് രക്തം വിയർക്കുകയാണ് ദേഹത്തൂടെ. ഇപ്പം രക്തം വിയർക്കാനുള്ള സാധ്യത മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഇപ്പം രക്തം വിയർത്തു മനപ്രയാസത്തിൻ്റെ ആധിക്യത്താൽ. 2, ആത്മീയ മരണം. ദൈവം പോലും കൈവിട്ടു എന്ന ഓർമ്മ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു? ദൈവം പോലും എന്നെ മറന്നു എന്നുള്ള പുത്രൻ്റെ ഓർമ്മ, ആത്മീയ മരണം. 3, ശാരീരിക മരണം. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശാരീരിക മരണം. മാനസിക, ആത്മീയ, ശാരീരിക മരണങ്ങളിലൂടെ, മരണാനുഭവങ്ങളിലൂടെ യേശു കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ ഒരു വലിയ മൂർധന്യാവസ്ഥ നമ്മൾ കണ്ടെത്തുന്നു. മാതാവ് സഹിച്ചു, യേശു സഹിച്ചു, ശിഷ്യന്മാർ സഹിച്ചു, സഭ സഹിച്ചു. നിങ്ങളും ഞാനും ഒക്കെ ഏതെങ്കിലും ഒരു സഹനത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകണം. അത് ജീവിതത്തിൻ്റെ നിയമമാണ്. മനുഷ്യനായിട്ട് ഈ മർത്യ ശരീരത്തിൽ, ഈ ഭൂമിയിലെ താൽക്കാലിക കൂടാരത്തിൽ, ഈ ലോക പ്രയാണത്തിൽ നമ്മളായിരിക്കുന്ന കാലത്തോളം ഏതെങ്കിലും സഹനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. സഹനമില്ലാതെ കിരീടമില്ല, സഹനമില്ലാതെ സമ്മാനവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ സഹനം കണ്ടിട്ടുള്ളത് യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിപ്പോയ ഒരു കർഷക കുടുംബം. കുടിയേറി പോകുമ്പോൾ അപ്പൻ, അമ്മ, 14, 12, 10, 6 വയസ്സുള്ള 4 മക്കൾ ചെന്നു. അല്പം മണ്ണൊക്കെ മേടിച്ചു, സ്വപ്നങ്ങൾ മുട്ടിട്ടു, കൃഷികൾ പച്ച പിടിച്ചു. എല്ലാം മെച്ചപ്പെട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് പ്രായമായവർക്ക് മലമ്പനി എന്ന മാരക രോഗം. പലരും മലമ്പനി കൊണ്ട് വീണു മരിച്ചു. അപ്പം ആ കൂട്ടത്തിൽ ചെറുപ്പക്കാർക്ക് വന്ന രോഗമാണ് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, കരളിന് നീര് വെക്കുക. അങ്ങനെ രോഗം ആദ്യം ഒരു ജനുവരി മാസത്തിൽ മൂത്ത മകന് പിടിച്ചു. 3 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്ക്. ചുരുക്കി പറഞ്ഞാൽ 10 മാസത്തിനിടയിൽ, ഒരു ജനുവരിക്കും പിറ്റേ ഒക്ടോബറിനും ഇടയിൽ 3 മക്കളും പെട്ടെന്ന് മരിച്ചുപോയ കുടുംബം. പിന്നെ എനിക്കുള്ള ഏക ജ്യേഷ്ഠൻ മാത്രം അവശേഷിച്ചു. പിന്നീട് അമ്മയ്ക്ക് 40 വയസ്സാകുമ്പോഴായിരുന്നു എൻ്റെ ജന്മം. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ കൺവെൻഷൻ പ്രസംഗത്തിനും മറ്റും പോകുമ്പം അമ്മയും കൊണ്ട് ജ്യേഷ്ഠൻ വരുമായിരുന്നു. പനി അമ്മയൊക്കെ കൂടി പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടി. ആൾക്കാരൊക്കെ പ്രസംഗം കേട്ട് എന്തെങ്കിലും കയ്യെ പിടിച്ച് നല്ലത് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ അധികം ഞെളിഞ്ഞേക്കരുത്, 3 മാലാഖ പിള്ളേർ മോൻ്റെ മുന്നേ പോയതുകൊണ്ടാണ് ഇന്നിങ്ങനെയൊക്കെ കാണുക. ഇങ്ങനെ അച്ഛനായി കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി, അതിനുവേണ്ടി ഞാൻ ജീവിക്കുക. എൻ്റെ പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു അമ്മയുടെ മരണം. അപ്പോൾ അപ്പനും ജ്യേഷ്ഠനും കുടുംബമൊക്കെ ആയിട്ട് അവർ വലിയ തോവാളയിൽ താമസിക്കുന്നു. അപ്പം എനിക്ക് ഈ അമ്മയുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പം എനിക്കുള്ള വലിയൊരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്: രാത്രി എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു പ്രഭാതമുണ്ടാകും. യാത്ര എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു ലക്ഷ്യമുണ്ടാകും. സഹനം എത്ര വലുതാണെങ്കിലും സഹനത്തിന് ദൈവം ഒരുക്കുന്ന ഒരു സമ്മാനമുണ്ട്. കാരണം ദൈവം പ്രപഞ്ചത്തിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എന്താണ്? ഒന്നിൽ അതിൻ്റെ മറുപുറം ഒളിപ്പിച്ചു വെക്കുന്നവനാണ് ദൈവം. ഒന്നിൽ അതിൻ്റെ മറുപുറം ഒളിപ്പിച്ചു വെക്കുന്നവനാണ് ദൈവം. ഉദാഹരണം, അനങ്ങാത്ത മുട്ടയ്ക്കകത്ത് ആടുന്ന മയിലിനെ ദൈവം ഒളിപ്പിച്ചിട്ടുണ്ട്. ഉണക്ക വിത്തിൽ പച്ച മരത്തെ അവിടുന്ന് മറച്ചിട്ടുണ്ട്. കളിമണ്ണിൽ ഒരു മൺകലത്തെ അവിടുന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ എൻ്റെ സഹനത്തിൽ ഒരു സമ്മാനം, എൻ്റെ കുരിശിൽ ഒരു കിരീടം,
അവിടുന്ന് മറച്ചു വെക്കും. അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയിലിനെ ഒളിപ്പിച്ചവൻ, ഉണക്കവിത്തിൽ പച്ച മരത്തെ ഒളിപ്പിച്ചവൻ, കളിമണ്ണിൽ കലത്തെ ഒളിപ്പിച്ചവൻ എൻ്റെ സഹനത്തിൽ, എൻ്റെ വേദനയിൽ ഒരു വലിയ സമ്മാനവും എനിക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തണം. എവിടെല്ലാം സഹനമുണ്ടോ അവിടെയെല്ലാം ദൈവം ഒരുക്കുന്ന ഒരു കിരീടവുമുണ്ട്. അത് പ്രപഞ്ച സത്യമല്ലേ? പഴയ നിയമത്തിൽ സഹനത്തിൻ്റെ ഒരു വലിയ മനുഷ്യനെ കാണാം, ജോബ്. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം മുതൽ സഹിക്കുന്ന ജോബിനെയാണ് കാണുക. പൗരസ്ത്യ ദേശത്തെ സമ്പന്നനായിരുന്നു ജോബ്. ആടുമാടുകളും സ്ഥലവും സകലവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയുള്ളവൻ ജോബ്. പക്ഷെ ആ ജോബിനെ ദൈവം ഒന്ന് പരീക്ഷിച്ചു. ആടുമാടുകൾ ചത്തൊടുങ്ങി, മക്കൾ മരിച്ചു വീണു, കൃഷികൾ നശിച്ചു പോയി. അവസാനം 2 കൂട്ടർ ശേഷിച്ചു, ജോബിൻ്റെ ഇടത്തും വലത്തും മിസ്സിസ് ജോബും 3 കൗൺസിലേഴ്സും. അവർ പോലും പറഞ്ഞു, ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്ക്, ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്ക്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ജോബ് തിരിച്ചും മറിഞ്ഞും കിടന്ന് ചോദിച്ചു, ദൈവമേ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ സഹനം തന്നത്? ദൈവമേ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ സഹനം തന്നത്? ദൈവം ഉത്തരവൊന്നും കൊടുത്തില്ല. ഏതാനും മറുചോദ്യം ചോദിച്ചു. ജോബിനെ ശാന്തനാക്കി. കാട്ടിൽ ആട് പ്രസവിക്കുന്നത് എങ്ങനെയാ? കഴുകൻ പറക്കുന്ന ആകാശപാത എങ്ങനെയാ? മഞ്ഞുരുകുന്ന പൊരുളെങ്ങനെ? ഇങ്ങനെയൊക്കെ ചോദിച്ച് ദൈവം അങ്ങ് നിർത്തി. അവസാനം ജോബിന് ഒരു കാര്യം പിടികിട്ടി. മനുഷ്യൻ്റെ ഉത്തരങ്ങളെക്കാൾ വലുത് ദൈവത്തിൻ്റെ ചോദ്യങ്ങളാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ജോബ് ദൈവത്തോട് ചോദ്യം ചോദിച്ചു. അവസാനം ജോബ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് സഹനം അനുവദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എൻ്റെ സഹനത്തിലും സന്നിഹിതനാണ്. എൻ്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എൻ്റെ സഹനത്തിലും സന്നിഹിതനാണ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വെറുതെ കയ്യിലിരുന്നപ്പോൾ എന്നിൽ സന്നിഹിതനായ ദൈവം 10 ലക്ഷത്തിൻ്റെ കടബാധ്യതയുടെ സമയത്തും സന്നിഹിതനാണ്. ഏറ്റവും നല്ല പേരുള്ളപ്പോൾ സന്നിഹിതനായ ദൈവം ഒരു പേരുമില്ലാതെ വരുമ്പോഴും സന്നിഹിതനാണ്. 22-ാം വയസ്സിലെ രക്തത്തിളപ്പിൽ എന്നിൽ സന്നിഹിതനായ ദൈവം 78-ാം വയസ്സിലെ വാർദ്ധക്യത്തിലും എന്നിൽ സന്നിഹിതനാണ്. ആ ബോധ്യത്തിൽ ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. ഇതായിരുന്നു ജോബിന്റെ ബോധ്യം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനത്തിൻ്റെ ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്കും തരുന്നുണ്ട്. ജീവിതയാത്രയിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാൽ നമ്മുടെ ഒന്നും സഹനത്തിന് യാതൊരു ഉത്തരവുമില്ല. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാൽ. പക്ഷേ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പം സഹനത്തിന് ഉത്തരവുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവൻ 33-ാമത്തെ വയസ്സിൽ കാൽവരി കുരിശിൽ മരിച്ചെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ലോകപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ദേഹത്ത് ഓർക്കാപ്പുറത്ത് രോഗം വഹിക്കേണ്ടി വരും. ഓർക്കാപ്പുറത്ത് മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഓർക്കാപ്പുറത്ത് തകർച്ചകളിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം എവിടെയൊക്കെയോ പാപങ്ങളുള്ളപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഒന്നും അറിയാത്ത മനുഷ്യരും സ്വന്തം ശരീരത്തിൽ വഹിക്കണം. നിർമ്മലനായവൻ, നിഷ്കളങ്കനായവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വന്തം ശരീരത്തിൽ, സ്വന്തം ജീവിതത്തിൽ കുരിശുകൾ വഹിച്ചെങ്കിൽ, ശിരസിൽ മുൾക്കിരീടമണിഞ്ഞെങ്കിൽ ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല, യജമാനേക്കാൾ വലിയ ഭൃത്യനുമില്ല. നമുക്ക് കൊണ്ട് ഈ കുരിശിൻ്റെ സഹന സ്നാനാനുഭവങ്ങൾ ഇതിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. ഒറ്റപ്പുത്രൻ വണ്ടി അപകടത്തിൽ മരിക്കുമ്പോൾ എന്നാ ഉത്തരവാ പറയാനുള്ളത്? ഒറ്റപ്പുത്രൻ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരിക്കുമ്പം എന്ത് ഉത്തരവാ നമുക്ക് പറയാനുള്ളത്? ഒരു ഉത്തരം നമുക്ക് പറയാനില്ല. ഭാര്യ ആദ്യ പ്രസവത്തോടെ തളർന്നുപോയി. ഉണ്ടായ 2 കുഞ്ഞുങ്ങൾ മന്ദബുദ്ധികൾ. ഓർക്കാപ്പുറത്ത് കൃഷിനാശം, ദുരന്തം, മാരക രോഗം. ഭർത്താവ് 50-ന് മുമ്പ് അറ്റാക്കിന് വിധേയനാകുന്നു. കുടുംബത്തിൽ തകർച്ചകൾ സംഭവിക്കുന്നു. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഉത്തരവില്ല. ഇത്രയും പേര് ഈ പള്ളിക്കകത്തിരിപ്പുണ്ട്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പോലും നമുക്ക് വല്ല ഉത്തരവുണ്ടോ? വെറുതെ എല്ലാവരും ഓർത്ത് നോക്കിക്കേ. ജനിച്ചപ്പോൾ ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും തന്നു, ഒരെണ്ണം ഒഴികെ. കണ്ണു തന്നു, മൂക്ക് തന്നു, ചെവി തന്നു, വാ തന്നു, വയറ് തന്നു, കൈ തന്നു, കാല് തന്നു. പക്ഷെ ജനിച്ചപ്പം ദൈവം നമുക്ക് തരാത്ത ഒറ്റ അവയവമേ ഉള്ളൂ, അതാണ് പല്ല്. ജനിച്ചപ്പം വായിൽ പല്ലില്ല. 2 വയസ്സായപ്പോൾ മുല്ലപ്പൂ മുട്ടുപോലെ, കുമ്പളങ്ങ കുരു പോലെ വായിക്കകത്ത് പല്ല് വന്ന് നകുന്നു. 5ഓ 6ഓ വയസ്സായപ്പം കൈ പറഞ്ഞില്ല, കാല് പറഞ്ഞില്ല, വായിലെ പല്ല് പറഞ്ഞുപോയി. പിന്നെ നല്ല വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിക്കകത്ത് വീണ്ടും വന്ന് നകുന്നു.
70 വയസ്സാകുമ്പം മുടി നരയ്ക്കത്തേ ഉള്ളൂ, തൊലിക്ക് ചുളിവ് വീഴത്തേ ഉള്ളൂ, പലരുടെയും പല്ല് മൂടോടെ പറഞ്ഞു പോകുന്നു. ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ്, പല്ലിന് പുളിപ്പ്, ലഡു കണ്ട തരിപ്പ്, കുലുക്കുഴിഞ്ഞ മരപ്പ്, ആകപ്പാടെ പുളിപ്പോട് പുളിപ്പ്. പലരും എന്ന് പറയും, എൻ്റെ യോസപ്പച്ച വല്ലാത്ത പല്ലുവേദന, അച്ഛന് കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പല്ലായതുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുകയില്ല, ദൂരെ നിന്ന് പ്രാർത്ഥിക്കണം. പലപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർക്കും, ദൈവമായ കർത്താവേ, നീ എൻ്റെ വിരലിലെ നഖം നീട്ടി നീട്ടി തരുമ്പോൾ ഞാൻ നഖം വെട്ടി വെച്ച് നെയിൽ കട്ടർ വെച്ച് ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്താറുണ്ട്. ഇതുപോലെ കേടും പോടും പൊത്തും പുളിപ്പുമുള്ള സകലമാന പല്ല് നീ നീട്ടി നീട്ടി താഴോട്ട് വിടാമെങ്കിൽ ഒരു പല്ല് വെട്ടി വെച്ച് ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്താം. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യമായി വായിലെ പല്ല് ഇങ്ങനെ നിൽക്കുക. മനുഷ്യന് ഉത്തരവില്ലാത്ത ചോദ്യമായി വായിലെ പല്ലിങ്ങനെ നിൽക്കുന്നു. ഒരിക്കൽ ഒരു ദന്ത ഡോക്ടറോട് ഞാൻ ചോദിച്ചു, മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല, പിന്നെ കിളിർക്കുന്നു പറയുന്നു, പിന്നെ മുളയ്ക്കുന്നു, ഇതിന് രഹസ്യവശം വല്ലതും ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു, പൊന്നി യോസപ്പച്ച, ഇതുകൂടി കുഴയ്ക്കുന്ന ചോദ്യം എന്നോട് ചോദിച്ചേക്കല്ല്. പറിക്കാൻ പറഞ്ഞാൽ പറിക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും, മറ്റൊന്നും എനിക്കറിയത്തില്ല. അപ്പം ആർക്കും ഉത്തരവില്ല നമ്മുടെ ജീവിതത്തിൽ. ഒന്നിനെക്കുറിച്ചും നമുക്ക് ഉത്തരവില്ലെന്ന് വരിയിൽ കുരിശുകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നൊമ്പരങ്ങളെക്കുറിച്ചും മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ഉത്തരങ്ങളില്ല. ദൈവത്തോട് ചേർന്ന് വെച്ച് സഹനങ്ങളെ നമ്മൾ കാണുക, അങ്ങനെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുക. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരിളക്കം, പെട്ടെന്നൊരു നൊമ്പരം, ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ആ തകർച്ചയുടെ പുറകിലുള്ള കാര്യം ദൈവം മനസ്സിലാക്കി തരും. തിരുവനന്തപുരത്ത് മാറിവാനീസ് കോളേജിൽ പഠിച്ചിരുന്ന നാൻസി എന്ന പെൺകുട്ടി 18-ാം വയസ്സിൽ ബ്രെയിൻ ഫീവറായിട്ട് മരിച്ചു. അപ്പൻ അബുദാബിയിൽ ബിസിനസ്സുകാരന്. അപ്പൻ 2-ാം ദിവസം വന്നു, പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞു. മൃതശരീരം വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഈ അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അച്ഛാ, ഇത്രയേറെ കാര്യം ദൈവനാമത്തിൽ ചെയ്തിട്ടും എൻ്റെ മോളയും കൊണ്ട് ദൈവം പോയല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിൽ പതിക്കുകയില്ല, ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവം തന്നെ ഉത്തരം തരും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, പെങ്ങളെ, മനസ്സ് പതരാതിരിക്കാൻ, വിശ്വാസം തളരാതിരിക്കാൻ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. ഉടനെ ആ സ്ത്രീ പറയുക, അച്ഛാ, എൻ്റെ ഭർത്താവിന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചാൽ മതി, എനിക്കിത് സ്വീകരിക്കാൻ പറ്റും. കാരണം എനിക്ക് ഒരുറപ്പുണ്ട്, എൻ്റെ ഗർഭപാത്രത്തിൽ നാൻസി മോൾ ജനിക്കുന്നതിന് മുമ്പ് അവളെ അറിഞ്ഞവനും കഴിഞ്ഞ 18 വർഷക്കാലം ഞാൻ സ്നേഹിച്ചതിൽ ഉപരിയായിട്ട് അവളെ സ്നേഹിച്ചവനുമാ കൂട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഗർഭപാത്രത്തിൽ നാൻസി മോൾ ജനിക്കുന്നതിന് മുമ്പ് അവളെ അറിഞ്ഞവനും കഴിഞ്ഞ 18 വർഷക്കാലം ഞാൻ സ്നേഹിച്ചതിലുപരിയായിട്ട് അവളെ സ്നേഹിച്ചവനുമാ കൂട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ജീവിതത്തിൽ കുരിശിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ സഹനത്തിൻ്റെയും ഓരോ കുരിശിൻ്റെ അർത്ഥം വ്യത്യസ്തങ്ങളായ രീതികളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കും. 2000 ആണ്ട് നവംബർ 10-ാം തീയതി കേരളത്തിന് ഒരു വലിയ വേദനയുടെ ദിവസമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും 40 കിലോമീറ്റർ തെക്ക് അമ്പൂരി എന്ന സ്ഥലത്ത് ഒരു വിവാഹ പന്തലിൽ 48 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വീടിൻ്റെ പുറകിലുള്ള കല്ലിൻ്റെയും മണ്ണിൻ്റെയും മല ഉരുണ്ടു വന്ന് വീടിൻ്റെ മേലെ സ്ഥാനം പിടിച്ചു. വീടും ഇത്രയും പേരും ഭൂമിക്കടിയിലേക്ക് താന്നുപോയി. ഒരു വലിയ കല്ലിൻ്റെയും മണ്ണിൻ്റെയും മല അവിടെ സ്ഥാനം പിടിച്ചു. മണ്ണുമാന്ന് യന്ത്രമെല്ലാം വന്നു. ശവങ്ങൾ പുറത്തെടുത്തപ്പോൾ അന്ന് തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ആശ്രമം ഒരു ഇടവക ദേവാലയം കൂടിയാണ്. അവിടുത്തെ കൈക്കാരനായിരുന്ന സെബാസ്റ്റ്യൻ സാറ്, അദ്ദേഹത്തിൻ്റെ 18, 16, 14 വയസ്സുള്ള 3 മക്കളും മണ്ണോട് മണ്ണ് ചേർന്നു. ഭാര്യ എൽസമ്മ മാത്രം അവശേഷിച്ചു. ഇവരെ 4 പേര് അമ്പൂരിപ്പള്ളിയിലേക്ക് അടയ്ക്കുന്നതിന് ശേഷം പിന്നീട് ഈ എൽസമ്മ ചേച്ചിയെ കാണാൻ വേണ്ടി അടുക്കൽ ചെന്നു. അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയോടെ പറഞ്ഞ, അച്ഛാ, എന്നെ നോക്കിച്ചിരിക്കാൻ, എനിക്ക് നോക്കിച്ചിരിക്കാൻ ആരെയും ബാക്കി വെക്കാതെ ദൈവം കൊണ്ടുപോയല്ലോ, നീറുന്ന ഒരു ജീവിതം. 3 മാസം കഴിഞ്ഞ് വികാരിയച്ഛൻ ഒരു ധ്യാനം കൂടാൻ വേണ്ടി ഭരണങ്ങാനത്തേക്ക് പറഞ്ഞയച്ചു. ആ സ്ത്രീ വന്നു, ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ അവസാനം ആത്മാഭിഷേക ആരാധന കഴിഞ്ഞിട്ട് ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നിട്ട് പറയുക, എൻ്റെ അച്ഛ, ആരാധനയുടെ സമയത്ത് ഈശോ എൻ്റെ നെഞ്ചിൽ നിന്നും ഒരു വലിയ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ തോന്നി. ഇന്ന് കാറ്റത്ത് പഞ്ഞി പറക്കുന്ന പോലെ ഭാരമില്ലാതെ പറക്കാൻ എനിക്ക് തോന്നുന്നു. ആരാധനയിൽ എൻ്റെ ഈശോ എന്നോട് പറഞ്ഞ, മോളെ, നിന്റെ ഭർത്താവിനെയും നിന്റെ 3 മക്കളെയും എടുത്തിട്ട് നിന്നെ മാത്രം ഞാൻ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിരിക്കുന്നത് നിന്നെപ്പോലെ വേദനിക്കുന്ന, നിന്നേക്കാൾ വേദനിക്കുന്ന അനേകർക്ക് നിന്റെ ജീവിതം കൊണ്ട് ആശ്വാസം കൊടുക്കാനാണ്.
സഹനങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളിലും ശാന്തമായിട്ട് ദൈവത്തോട് ചേർന്ന് കൊടുക്കുക. അതിൻ്റെ ഉത്തരങ്ങളും അതിന് ശേഷമുള്ള വലിയൊരു ആശ്വാസവും ദൈവം നമുക്ക് പിന്നാലെ തരും. ഈ കരുതൽ, ഈ ഉറപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. സഹനം അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമാണ്. നമുക്കറിയാം, ലോകത്തിൽ ഓരോരുത്തരും സഹനത്തെ അകറ്റുന്നവരല്ലേ. ഓരോരുത്തരും ചോദിക്കുകയാണ്, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പിരിഞ്ഞു പോയാൽ എന്തു പറയും അവരോട്? സഹോദരങ്ങളെ, പോകരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കാമെങ്കിൽ തേങ്ങാക്കൊലയുടെ കോർപ്പറേഷനിലെ ചെയർമാനാക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുന്ന ഒരു ലോകത്ത് ഒറ്റപ്പെട്ട സ്ഥലം കേസറിയ ഫിലിപ്പിയിൽ പത്രോസ് ചോദിച്ചു, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നു, എന്തു തരും? മറുപടി, കുരിശ് തരാം. രാഷ്ട്രീയക്കാർ പറയും, അരി തരാം, തുണി തരാം, പണി തരാം. ഇവിടെ ഒറ്റപ്പെട്ടൊരു ശബ്ദം, എൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഞാൻ കുരിശ് തരാം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അമ്മ ത്രേസ്യ എന്ന വലിയ വിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ ഒരുക്കുമ്പോൾ യേശുവിൻ്റെ കുരിശുരൂപത്തെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വെറുതെയല്ല അധികം പേരൊന്നും നിന്റെ കൂടെ വരാത്തത്. ആരെല്ലാം നിന്റെ കൂടെ വരുമോ വരുന്നവർക്ക് നീ കുരിശ് കൊടുക്കും. അപ്പം നമ്മൾ കർത്താവിനോട് അടുക്കുമ്പം കുരിശ്. ഒരു സ്ത്രീ വലിയ പണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായി തീർന്നാൽ അവക്ക് ആ പണത്തിൻ്റെ ഷെയർ കിട്ടും, ഓഹരി കിട്ടും. എൻ്റെ ജീവിത പങ്കാളിയുടെ ഓഹരിയാണ് എൻ്റെ ഓഹരി. കഴുത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ്, കുരിശ്. ക്രൂശിതനാണ് എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓഹരി എന്തായിരിക്കും? കുരിശിൻ്റെ ഓഹരിയാണ്, കുരിശിൻ്റെ ഓഹരി. അതുകൊണ്ടാണ് പറയുക, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങൾക്ക് കുരിശ് തരാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശിൻ്റെയും വേദനയുടെയും ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ നിരാശപ്പെടരുത്. പ്രത്യാശയോടെ ആ കുരിശിലേക്ക് നമ്മൾ നോക്കുക. ഇതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഗ്രാമങ്ങളിൽ തട്ടാന്മാർ സ്വർണ്ണപ്പണി നടത്തുന്ന കണ്ടിട്ടുണ്ട്. ചട്ടിക്കകത്ത് ഉമ്മിക്കകത്ത് മുഴുവൻ തീക്കകത്തേക്ക് തട്ടാൻ സ്വർണം വെച്ചിട്ട് പണിയുക. ഒരു ചെറിയ ഉപകരണം കൊണ്ട് സ്വർണ്ണ ഉപകരണത്തെ അങ്ങോട്ട് ഞെക്കി പിടിച്ചിട്ട് തീയിലേക്ക് വെക്കും. എന്നിട്ട് ഒരു നീണ്ട കുടലുകൊണ്ട് ഊതും ഗ്രാമങ്ങളിലെ തട്ടാന്മാർ. നാട്ടുകാരോടെ വട്ടം കൂടി ഒരുപാട് നാട്ടുവർത്താനം പറയും. ആരെന്ത് ചോദിച്ചാലും തട്ടാൻ മറുപടി പറയും. സംസാരമൊക്കെ നടക്കും. പക്ഷെ സംസാരിക്കുമ്പോഴും തട്ടാൻ്റെ കണ്ണ് എവിടെയാണ്? തീയിലിരിക്കുന്ന സ്വർണത്തിൽ. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് എവിടെയാണ്? സഹിക്കുന്ന ആത്മാവിൽ. ഉമിത്തിയിലെ സ്വർണം പോലെ സഹനത്തിൽ ശോധന ചെയ്യപ്പെടുന്ന മനുഷ്യാത്മാവിൽ കർത്താവിൻ്റെ കണ്ണുകൾ എന്നും ഉടക്കി നിൽക്കും. അവിടുത്തെ നോട്ടം നിറഞ്ഞു നിൽക്കും. ഞാനൊരു മുന്തിരിച്ചെടി വെച്ചു, 2 ചെടികൾ അപ്പുറത്തും ഇപ്പുറത്തും. ഒരെണ്ണം നട്ടതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അത് കാട്ടുമുന്തിരിയായിട്ട് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് കടന്നു. വേറൊരെണ്ണത്തിലെ ചോടി ഞാൻ കോഴിച്ചോര ഒഴിച്ചു കൊടുത്തു, ശരിക്കും വളവിട്ട് കൊടുത്തു, വെട്ടി നിർത്തിക്കൊണ്ടിരുന്നു. ഏത് മുന്തിരിയുടെ ചോട്ടിലാണ് തോട്ടക്കാരൻ്റെ സാന്നിധ്യം? കാട്ടുമുന്തിരിയായിട്ട് വിട്ടതിൻ്റെ ചുവട്ടിലല്ല, വെട്ടി ഒരുക്കുന്ന മുന്തിരിച്ചെടിയുടെ ചുവട്ടിലാണ് തോട്ടക്കാരൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം ആരുടെ അടുക്കലെന്ന് ചോദിച്ചാൽ സഹിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം. ഒരു മനുഷ്യൻ സഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കണ്ണുകൾ ആ മനുഷ്യൻ്റെ മേൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഹനങ്ങളും കുരിശുകളും ഒക്കെ വരുമ്പം നമ്മളെ ബലപ്പെടുത്തേണ്ട ചിന്തയും ഇതാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചു. ഒരു മോനേ ഉള്ളൂ. ആ മോനും പെട്ടെന്ന് ഒരു മാരകരോഗം ബാധിച്ച് മരിച്ചു. സിമിത്തേരിയിൽ അപ്പനെയും മോനെയും അടുത്തടുത്ത് അടക്കിയിരിക്കുന്നു. അതിൻ്റെ നടുവിലായിട്ട് ഈ സ്ത്രീ തടി കൊണ്ടുള്ള ഒരു കുരിശ് നാട്ടിവെച്ചു. എല്ലാ ദിവസവും കുരുമാടത്തിൽ ചെല്ലും, പ്രാർത്ഥിക്കും. ഇവളറിയാതെ അവിടെ ഒരു ചെറിയ വള്ളിച്ചെടി പൊങ്ങി വന്നു. വള്ളിച്ചെടി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് കുരിശേൽ ഇങ്ങനെ ചുറ്റി ഈ വള്ളിച്ചെടി ഇങ്ങനെ കടന്നു. ഒരു അലങ്കാരം പോലെ, പൂക്കൾ വെച്ചതുപോലെ. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രിയിൽ ശക്തമായ കാറ്റടിച്ചു, മഴ പെയ്തു. കാറ്റും മഴയും അടിച്ചു കഴിഞ്ഞപ്പോൾ കവുങ്ങും തെങ്ങും വൻമരങ്ങളും മുഴുവൻ അടർന്നു വീണു. പിറ്റേ ദിവസം വെളുപ്പിനെ ഈ സ്ത്രീ സിമിത്തിയിലേക്ക് ഓടുകയാണ്. ആ കുരിശെങ്ങാനും ഒടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നേരെ നാട്ടി നിർത്താൻ. പോകുന്ന വഴിക്ക് കണ്ടു പിടർന്നു വീണ തെങ്ങുകൾ, കമുകൾ, വൻമരങ്ങൾ, കപ്പയും മറ്റാദായങ്ങളും എല്ലാം റോഡ് സൈഡുകളിൽ മുഴുവൻ പടർന്നു കിടക്കുന്നു, നിലം പറ്റി കിടക്കുന്നു. പക്ഷേ സിമിത്തേരിയിൽ ചെന്നപ്പോൾ അവൾ വിശ്വസിക്കാൻ മേലാത്തൊരു കാഴ്ച കണ്ടു. പഴകിപ്പോയ തടികുരിശ്, അതിൽ ചുറ്റിക്കയറിയ ഒരു വള്ളിച്ചെടി, അതുമാത്രം താഴെ വീണിട്ടില്ല.
വൻമരങ്ങൾ തകർന്നു വീണപ്പോഴും കുരിശിൽ ചുറ്റിപ്പളർന്ന ആ വള്ളിച്ചെടി അതുമാത്രം അവിടെ പിടിച്ചു നിന്നു. ആ സ്ത്രീക്ക് ജീവിതത്തിൽ ധൈര്യം കിട്ടിയ ഒരനുഭവമായിരുന്നത്. അവൾക്ക് ഉറപ്പായിരുന്നു, എന്തെല്ലാം തകർച്ചകളും നൊമ്പരങ്ങളും വന്നാലും എൻ്റെ ക്രിസ്തുവിൻ്റെ കുരിശിനെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ ഞാൻ എന്ന വള്ളിച്ചെടിയെ ലോകത്തിൻ്റെ ഒരു കാറ്റിനും ഒരു കോളിനും തകർക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവ്. സഹനങ്ങൾ, വേദനകൾക്ക് നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്, നിരാശപ്പെടരുത്. കർത്താവിനോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ നേരിടാനുള്ള ഒരു മനഃശക്തി നമ്മൾ ആർജിക്കുക. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനം തരുന്നത് എന്നതിന് ബൈബിൾ തരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിമനോഹരമായ ഉത്തരങ്ങളാണ് വേദപുസ്തകം നമുക്ക് തരിക. എന്തുകൊണ്ട് കർത്താവ് നമുക്ക് കുരിശ് അനുവദിക്കുന്നു, എന്തുകൊണ്ട് സഹനം അനുവദിക്കുന്നു? ഉത്തരങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ഉപരിനന്മയ്ക്ക് മുമ്പായി ദൈവം നമുക്ക് സഹനം തരും. കൂടിയ നന്മ വരുന്നതിനു മുമ്പ് ദൈവം നമുക്ക് സഹനം തരും. അതാണ് ബൈബിളിലെ ഒന്നാമത്തെ ഉത്തരം. യോഹന്നാൻ 12:24. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നു, ഗോതമ്പ് മണി അതുപോലെ കിടന്നാൽ അത് ഫലം തരികയില്ല, പക്ഷെ അഴുകിയാലോ ഗോതമ്പ് ചെടി, പിന്നെയോ ഗോതമ്പ് മണി. ഗോതമ്പ് ചെടി ഉണ്ടാകണമെങ്കിൽ, ഗോതമ്പ് മണി ഉണ്ടാകണമെങ്കിൽ അഴുകണം. അഴുകുമ്പോൾ വേദനയുണ്ട്, പക്ഷെ അഴുകി കഴിയുമ്പോൾ ഒരു വലിയ നന്മ. ഒരു സ്ത്രീയുടെ ഗർഭകാലത്തിന് ശേഷം പ്രസവ വേദന എന്ന് പറയുന്ന ഒരു വലിയ സഹനമുണ്ട്. ഈ സഹനത്തിലൂടെ കടന്നുപോയാലേ ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാനുള്ള ഉപരിനന്മ ഒരു സ്ത്രീക്ക് കിട്ടും. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷയുടെ സമയം വലിയ പിരിമുറുക്കമാണ്. പക്ഷേ ആ പിരിമുറുക്കം കഴിഞ്ഞാലേ ഒരു നല്ല റിസൾട്ട് വരൂ. ഓട്ടത്തിനും ചാട്ടത്തിനും ഒരുങ്ങുന്നവർക്ക് പരിശീലനകാലം ടെൻഷന്, മത്സര സമയം പിരിമുറുക്കമാണ്. പക്ഷെ അത് കഴിയുമ്പോഴാണ് ഗോൾഡ് മെഡലുകൾ എത്തുക. സഹനം കഴിയുമ്പോൾ ഒരു വലിയ നന്മയുണ്ട്. ഇനി അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം തരുന്ന സഹനങ്ങൾ ചെറുതാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നന്മയും ചെറുതായിരിക്കും. ദൈവം തരുന്ന സഹനങ്ങൾ വലുതാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന സഹനവും വളരെ വലുതായിരിക്കും. ചെറിയ സഹനത്തിന് ചെറിയ സമ്മാനം, വലിയ സഹനത്തിന് വലിയ സമ്മാനം. 7-ാം ക്ലാസ് പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ ജയിക്കുന്നത് 8-ാം ക്ലാസ്സിലേക്കാണ്. +2 പാസ്സാകാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറാം. IAS പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കഴിയുമ്പോൾ കളക്ടറാകാം. പരീക്ഷ കടുപ്പമുള്ളതാണോ പ്രമോഷൻ വലുത്, പരീക്ഷ ചെറുതാണോ അത് കഴിഞ്ഞ് ആ പ്രമോഷനും ചെറുതായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ആ വ്യക്തിയുടെ സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും. സ്ഥാനമാനങ്ങൾ വലുതാണോ സഹനവും വലുത്, സ്ഥാനമാനങ്ങൾ ചെറുതാണോ സഹനവും ചെറുത്. ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ആ വ്യക്തിയുടെ സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ഉപരിനന്മയ്ക്ക് മുമ്പായിട്ട് ദൈവം നമുക്ക് സഹനം തരും. 2, ദൈവം നമുക്ക് സഹനം തരുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 15, 1 മുതൽ 8 വരെ. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി ഞാൻ വെട്ടിയൊരുക്കും എന്ന് പറഞ്ഞാൽ, എന്നെ ദൈവം വെട്ടിയൊരുക്കുമ്പോൾ, സഹനം തരുമ്പോൾ ഞാൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ടല്ലേ കൂടുതൽ സഹിക്കുന്നവരല്ലേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവർ. സഹിക്കാത്ത മനുഷ്യർക്ക് അത്രയും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. നമ്മൾ സഹിക്കുമ്പോൾ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ഒരു മനുഷ്യൻ ഒരു നെൽപ്പാടം മേടിച്ചിട്ട് അദ്ദേഹം ഈ ഞാറ് നടുക പണിക്കാരെ കൊണ്ട്. അങ്ങനെ പാടം മുഴുവൻ കൃഷി ഇറക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോഴുണ്ട്, നെൽപ്പാടത്തോട് ചേർന്ന് ഒരു വലിയ പ്ലാവ് നിൽക്കുന്നു. ഒരു ചെറിയ ചക്ക പോലും ഇല്ലാത്ത ഒരു മുഴുത്ത വലിയ പ്ലാവ്. അദ്ദേഹം കൃഷിക്കാരോട് പറഞ്ഞു, അത് പൊട്ടിച്ച് താഴെയിടാം. അവർ ട്രാക്ടർ കൊണ്ട് ഈ പ്ലാവിൻ്റെ വേരിനിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇടിച്ചിടിച്ച് അതിന് വേര് ചളങ്ങാനും മരം മൊത്തം കുലുങ്ങാനും തുടങ്ങി. പക്ഷേ അത് താഴെ വീഴിക്കാൻ പറ്റിയില്ല. അവസാനം ഉടമസ്ഥൻ പറഞ്ഞു, എന്നാൽ നെല്ല് കൊയ്യാറാകുമ്പോൾ നമുക്കത് വെട്ടിയിട്ടാൽ മതി, ഇപ്പം പോകാം. തിരിച്ചുപോയി. കൊയ്ത്തിൻ്റെ സമയത്ത് കൃഷിക്കാരൻ നെൽപ്പാടം കാണാൻ വന്നപ്പോൾ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ഭുതമേ അത്ഭുതം! ഒരു ചെറിയ ചക്ക പോലും കായ്ക്കാതിരുന്ന പ്ലാവ് ഉച്ച മുതൽ അതിൻ്റെ അടിവേര് വരെ നിറഞ്ഞ് കായ്ച്ചു കിടക്കുന്നു.
എന്താ പറ്റിയത്? അനങ്ങാതെ നിന്നപ്പോൾ, ഇളകാതെ നിന്നപ്പോൾ പ്ലാവ് കൊഴുത്തു വെറുതെ നിന്നു. പക്ഷേ ട്രാക്ടർ വെച്ച് 5 ഇടി കിട്ടിയപ്പോൾ അതൊന്ന് കുലുങ്ങി കഴിഞ്ഞപ്പോൾ അത് ചക്ക കഴിക്കാനായിട്ട് തുടങ്ങി. ഇതുപോലെ ചില ജീവിതങ്ങളിൽ ദൈവം പിടിച്ച് കുലുക്കും, ഒന്ന് ഒലയ്ക്കും, ഒന്ന് ആട്ടും. എന്തിനു വേണ്ടിയാ? കൂടുതൽ ഫലം തരുന്ന മനുഷ്യരായിട്ട് മാറാൻ. അപ്പം സഹനങ്ങൾ, വേദനകൾ ദൈവം നമുക്ക് തരുന്നത് നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കുവാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. 4, എന്തിനു വേണ്ടി സഹനമെന്ന് ചോദിച്ചാൽ, അപ്പോൾ 1, ദൈവം നമുക്ക് സഹനം തരുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടി തരും. 2, കൂടുതൽ ഫലം തരാൻ. 3, ദൈവം നമുക്ക് സഹനം തരുന്നത് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ കാണാനും വേണ്ടിയാണ്. ദൈവാനുഭവത്തിനും ദൈവത്തെ കാണാനും വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സാവൂൾ ദൈവത്തെ കണ്ടത് ശക്തനായി ഓടി നടന്നപ്പോഴല്ല, 2 കണ്ണുകളിലും അന്ധത ബാധിച്ചപ്പോൾ. തകർച്ചകളും നൊമ്പരങ്ങളും സാവധാനം നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുകയാണ്. നീറുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ മേലാത്ത പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് പുറകെ വരുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ കരങ്ങൾ കൂപ്പിപ്പോകും, ശിരസ് നമിച്ചു പോകും. ആരെല്ലാം സഹിച്ചിട്ടുണ്ടോ സഹനത്തിലൂടെ അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. വലിയ വലിയ സഹനങ്ങൾ ചില മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിയപ്പോൾ നല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടേയുള്ളൂ. സഹനം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. വീടുകളിൽ വേദനയും പഞ്ഞവും ദുരിതവും വരുമ്പോൾ ഓരോ അമ്മച്ചിയും അച്ചായനും ഒക്കെ പള്ളിയിൽ ചെന്ന് കൈകൂപ്പി പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിലേക്ക് അടുത്ത് കഴിയുമ്പോഴാണ് ഓർക്കാത്ത അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ കൈപിടിച്ച് നടത്തുക. അപ്പോൾ ദൈവത്തെ കാണുവാൻ ദൈവാനുഭവത്തിന് സഹനം കാരണമായി തീരും. 4, സഹനം തരുന്നത് കൂടുതൽ മനഃശക്തി ഉള്ളവരാക്കാൻ. ആർക്കാണ് കൂടുതൽ മനഃശക്തി? ശരിക്കും സഹിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ശരിക്കും മനക്കെട്ടി ഉണ്ടാവുക. ഒരു കാട്ടിൽ ചെന്നാൽ കാട്ടിൽ ഏറ്റവും കാതലുള്ള കാമ്പുള്ള മരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈട്ടിയോ തേക്കോ മഹാഗണിയോ വെള്ളിലാവോ അല്ല. കാട്ടിലേറ്റവും ഉൾക്കാമ്പുള്ള മരം ഏതെന്ന് ചോദിച്ചാൽ കാറ്റത്താടി, വെയിലേറ്റ് പൊള്ളി, മഴയേറ്റ് നനഞ്ഞ്, ആടി ഉലഞ്ഞ് ഉറച്ച മരം, ആ മരമാണ് കാട്ടിൽ ഏറ്റവും കാമ്പുള്ള മരം. ആർക്കാണ് ഏറ്റവും മനഃശക്തി? കൂടുതൽ സഹനത്തിലൂടെ കടന്നുപോയവർ. അതുകൊണ്ടാണ് കുടിയേറ്റ കാലഘട്ടത്തിൽ കടന്നു വന്ന മനുഷ്യർക്ക് ഇന്നത്തെ തലമുറയേക്കാൾ മനക്കെട്ടി കൂടുതലാണ്, മനഃശക്തി കൂടുതലാണ്. പലപ്പോഴും നമുക്ക് ഈ മനക്കെട്ടിയും മനഃശക്തിയും കുറയുന്നതിൻ്റെ കാരണം പ്രതിസന്ധികളെ നേരിട്ടിട്ടില്ല. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വലിയ മനഃശക്തി തരും. ഇതാണ് പഠിപ്പിക്കുക. അതുകൊണ്ടല്ലേ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയവരൊക്കെ സഹനത്തിലൂടെ കടന്നു പോയവരല്ലേ. വിറക് വെട്ടി കീറി കഷ്ടപ്പെട്ട് നടന്നവനാ അമേരിക്കൻ പ്രസിഡൻ്റായി തീർന്ന അബ്രഹാം ലിങ്കൺ. അപ്പൻ്റെയും അമ്മയുടെയും അരച്ചിലും കഷ്ടപ്പാടും കണ്ട് പച്ചനെല്ല് കുത്തി ചോറ് വെച്ച് മാങ്ങായും തേങ്ങായും ചമ്മന്തി അരച്ചു കൂടി ദാരിദ്ര്യത്തിൻ്റെ ബാല്യകാലം അനുഭവിച്ചവനാ ഇന്ത്യൻ പ്രസിഡൻ്റായി തീർന്ന KR നാരായണൻ. ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ കൂടുതൽ മനഃശക്തി ഉള്ളവരായിട്ട് മാറുന്നു, മനക്കെട്ടിയുള്ളവരായിട്ട് മാറുന്നു. അതിന് ദൈവം നമുക്ക് സഹനം തരും. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. നിയമാവർത്തനം 32, 10 മുതൽ 12 വരെ വാക്യങ്ങൾ. അവിടെയാണ് നമ്മൾ വായിക്കുക, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിനു മീതെ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മ കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. അപ്പോൾ സഹിക്കുമ്പോൾ കൂടുതൽ മനഃശക്തി നമുക്കുണ്ടാവും. 5, നമ്മൾ ശരിക്കും സഹിക്കുമ്പോൾ ആ സഹനം ഒരു പകരം സഹനമായി ദൈവം വിലയിരുത്തുന്നു. പകരം സഹനം. യേശയ്യ 51 മുതൽ 55 വരെ അധ്യായങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു. രോമം കത്തിരിക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. പകരം സഹനം ദൈവം നമുക്ക് തരുന്നു. ആരെങ്കിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അമ്മമാർ മണലിൽ മുട്ടുകുത്തി നിത്യാരാധന കപ്പേളയിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. പകരം സഹനമാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, രോഗിക്ക് വേണ്ടി ഡോക്ടർ, നേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ, സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സന്യാസികൾ, വൈദികർ. ആരെങ്കിലുമൊക്കെ പകരം സഹിക്കണം. അങ്ങനെ സഹിക്കുമ്പോൾ അതിനാനുപാതികമായൊരു നന്മ
ഈ ഭൂമിയിൽ മുളച്ചു പൊട്ടും, അതിന് നമുക്ക് സംശയം വേണ്ട. അപ്പം ദൈവം നമുക്ക് തരുന്നു ഒരു പകരം സഹനം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്മസിന് എനിക്കൊരു കത്തയക്കുന്നു. ഫാദർ ജോസഫ് പുത്തൻപരിക്കൽ, സെൻറ്റ് ഫ്രാൻസിസ് ആശ്രമം, ഉഴവൂർ PO, കോട്ടയം ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞു. ഒന്നാം തരം കവറിൽ മനോഹരമായ കാർഡും കത്ത് വിട്ടിട്ട് നിങ്ങൾ എനിക്ക് അയക്കുക. ഇവിടുത്തെ പോസ്റ്റ്മാൻ ആ കത്തെടുത്ത് നോക്കിയിട്ട് പറയുക, ആഹാ, വന്ന് ധ്യാനിപ്പിച്ചു പോയ അച്ഛനുള്ള കത്താണല്ലോ, നല്ല കവറ്, ഉഗ്രൻ സ്റ്റാമ്പ്, വെറുതെ വിട്ടാൽ പറ്റിയല്ലോ, ഇരിക്കട്ടെ ഒരു കുത്ത് എന്നും പറഞ്ഞ് സീലെടുത്ത് കത്തിൻ്റെ മോന്ത നോക്കി ഒറ്റ കുത്ത്. പിന്നെ അനേക കത്തിൻ്റെ കൂടെ കൂച്ചിക്കെട്ടി, മുറുക്കി കെട്ടി, ചാക്കി കെട്ടി വണ്ടിക്കകത്തേക്ക് ഒറ്റ ഏർ. പിന്നെ ഈ കത്ത് ചാക്കുകെട്ടിനകത്ത് കിടന്ന് കയറ്റം, ഇറക്കം, വളവ്, പൊളവ്, കുന്ന്, കുഴി, ഗട്ടർ ഇതൊക്കെ ചാടി 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 ഉഴവൂരിൽ വരും. ഉഴവൂരിലെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, ആഹാ, പരിചയമുള്ള ജോസഫച്ചനുള്ള കത്താണല്ലോ, മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇരിക്കട്ടെ പെടലിക്ക് വരണം, ഒരു സീല് പുറകിലും കൊടുക്കും. ഇത്രയും സീലും ചവിട്ടും കുത്തും തൊഴിയും കൊണ്ടാലേ എലിക്കുളത്ത് നയിക്കുന്ന കത്ത് ഉഴവൂരിൽ എൻ്റെ കൈ കിട്ടും. പിതാവായ ദൈവം അമ്മയുടെ ഗർഭപാത്രം എന്ന പോസ്റ്റ് ബോക്സിൽ മനുഷ്യനെ നിക്ഷേപിച്ചു. കാരണം മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ 4 ജന്മങ്ങളുണ്ട്. ഓരോ ജന്മത്തിൻ്റെയും ബാക്കി ഒരു സഹനമാണ്. 1, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ. 2, അമ്മയുടെ ഗർഭപാത്രത്തിൽ. 3, സഭയുടെ മാമോദിസ തൊട്ടിയിൽ. 4, മരണത്തിലൂടെ നിത്യതയുടെ മടിത്തട്ടിലേക്ക്. ഇതാണ് ഒരു മനുഷ്യൻ്റെ 4 ജന്മങ്ങൾ. 1, ദൈവത്തിൻ്റെ മനസ്സിൽ ജനിക്കുന്നു. 2, അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു. 3, സഭയുടെ മാമോദിസ തൊട്ടിയിൽ ജനിക്കുന്നു. 4, മരണത്തിലൂടെ സ്വർഗത്തിൻ്റെ മടിത്തട്ടിലേക്ക് ജനിക്കുകയാണ്. അപ്പം ഇങ്ങനെ ജനിച്ചു പോകുമ്പോൾ ഇതൊരു കത്തിൻ്റെ യാത്ര പോലെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന യാത്രയിൽ, ഈ ലോക യാത്രയിൽ ഭർത്താവിൻ്റെ സീല്, ഭാര്യയുടെ സീല്, മക്കളുടെ കുത്ത്, മരുമക്കളുടെ ഞോണ്ട്, നാത്തൂന്മാരുടെ മാന്തിപ്പറിക്കൽ, നാട്ടുകാരുടെ ചവിട്ടും തൊഴിയും, ഇതെല്ലാം കൊണ്ടാലേ ദൈവം ഒരുക്കുന്ന സ്വർഗം പിയോയിൽ നമ്മളൊക്കെ എത്തിച്ചേരും. ഏകമാതാവ് ലോകമാതാവിൻ്റെ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചിരിക്കുകയാണ്. നെറ്റിയിലെ തൊലി പൊട്ടിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന കാണാം സ്വർഗം പിയോ. തൊലി വന്ന് മൂടിയതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴേ ദൈവം ഒരുക്കുന്ന നിത്യതയിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുവശത്ത് അണയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കൂ. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ സഹനങ്ങളെ, കുരിശുകളെ നമ്മൾ സ്വീകരിക്കണം. ഒരു ധ്യാനമൊക്കെ നമ്മൾ കൂടി കഴിയുമ്പോൾ വെറുതെ നമ്മൾ എന്തിനാ സഹനം, ആ ചോദ്യം ഇനി മേലിൽ ചോദിക്കരുത്. പിന്നെയോ പുതിയ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കണം. ആ ചോദ്യം ഇങ്ങനെയായിരിക്കണം ഇന്നു മുതൽ: ദൈവമേ, നല്ലവർ സഹിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇതാണ് ചോദിക്കേണ്ടത്. നല്ലവർ സഹിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അതിന് ദൈവം തരുന്ന 3 ഉത്തരങ്ങൾ ബൈബിളിലുണ്ട്. ആ ഉത്തരങ്ങൾ വേണം സഹനവുമായി ചേർത്ത് വെച്ച് മനസ്സിൽ ധ്യാനിക്കാൻ, ജീവിതത്തിൽ സൂക്ഷിക്കാൻ. 1, നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് യേശു സഹനത്തിൻ്റെ അവസാനം ശാന്തമായി പറഞ്ഞു, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടല്ലേ ചില ആൾക്കാർ മരിക്കാൻ കിടക്കുക അബോധാവസ്ഥയെ പോലും, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഈശോ മറിയ യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ലവർ സഹിക്കുമ്പോൾ അവർ സാവധാനം ഒരു ശാന്തതയിലേക്ക് വരും. മുറുമുറുപ്പോ പെറുപെറുപ്പോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. വേറെ ചില മരിക്കുമ്പോൾ എന്തൊരു ബഹളമാണ്. ഞാൻ എൻ്റെ അച്ചായന് അന്തികുദാശ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഭാര്യയും മകളും ചുറ്റും നിൽപ്പുണ്ട്. ഈ മനുഷ്യൻ ഒരു 100 രൂപയുടെ നോട്ടിൽ അള്ളി പിടിച്ചിരിക്കുന്നു. ഉടുമ്പ് പിടിച്ച പോലെ കീറിപ്പോകുന്ന പരുവം. വീട്ടുകാർ വലിച്ചു നോക്കി, വിടത്തില്ല. ഞാനും ചേർന്ന് വലിച്ചു നോക്കി, കീറുവെന്നല്ലാതെ നോട്ടിൽ നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. വീട്ടുകാർക്ക് നാണക്കേട്. ഞാൻ എന്നാ കരുതും? ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഒന്നും ഓർക്കണ്ട, കയ്യിലിരിക്കട്ടെ, കക്ഷി ഒരു അത്യാവശ്യ വഴിക്ക് പോവുമല്ലേ, ചെലവിനെന്തേലും കൈ കൊണ്ടുപോക്കോട്ടെ. ഈ മനുഷ്യൻ്റെ അള്ളിപ്പിടുത്തം നമ്മൾ കണ്ടെത്തും. ഒരു മനുഷ്യന് വയസ്സ് 80, 5 മക്കൾ, 20 ഏക്കർ സ്ഥലമുണ്ട്. എന്ത് ചെയ്താൽ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കത്തില്ല, മുറുകി പിടിച്ചിരിക്കുക. അവസാനം പള്ളിയും പട്ടക്കാരും ഒക്കെ ഇടപെട്ടപ്പം ഈ മനുഷ്യൻ വീതം വെക്കാമെന്ന് പറഞ്ഞ് എഴുതാനായിട്ട് ഒരു വെള്ളക്കടലാസ് ചോദിച്ചു.
ഒരു വെള്ളക്കടലാസ് കൊടുത്തു. വിറയ്ക്കുന്ന കൈകൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി കെട്ടി, പത്രക്കടലാസിൽ വരിഞ്ഞു കെട്ടി, പ്ലാസ്റ്റിക് ഉള്ളിൽ ഒതുക്കി കെട്ടി വികാരിയച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവസാന ആഗ്രഹം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ മരിക്കാതെ തുറക്കരുത്. തുറക്കാൻ പറ്റുമോ? പള്ളിമുറിയിലെ അലമാരി കൊണ്ട് പൂട്ടി വെച്ചു. 1 മാസം കഴിഞ്ഞു ഈ അപ്പം മരിച്ചു. 5 മക്കളും കൂടി അപ്പനെ ആഘോഷമായിട്ട് അടക്കി ഒരു മുഴുത്ത മാർബിൾ സ്ലാബ് കലറയുടെ മുകളിൽ കയറ്റി വെച്ചു. അവർ പോകുന്ന വഴിക്ക് പറഞ്ഞു, പൊന്നപ്പ നല്ല കനമുണ്ട്, ഇനി ഇതും പൊക്കിയിട്ട് പോന്നേക്കരുത്. അവർ വീട്ടിൽ ചെന്നു. വികാരിയച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, പൊതിയെടുത്തഴിക്കാം. മക്കളുടെ സാന്നിധ്യത്തിൽ അച്ഛൻ കടലാസെടുത്ത് പടിപടിയായി അടിച്ച് വിടർത്തി. അത് വായിച്ചു നോക്കിയപ്പോൾ വികാരിയച്ഛൻ്റെയും ഈ 5 മക്കളുടെയും കണ്ണ് ഒരുപോലെ തള്ളിപ്പോയി. ഒരു സെൻറ്റൻസേ എഴുതിയിട്ടുള്ളൂ. പിന്നെ കുറേ ഇലയും പൂവും കായും ചുറ്റും വരച്ചു വെച്ചിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് എന്നറിയാവോ? അതിങ്ങനെയാണ്, മക്കളുടെ കാലശേഷം സ്വത്ത് അപ്പന് എന്ന ഒപ്പ്. ഇതാണ് എഴുതി വച്ചിരിക്കുക. എങ്ങനെയാണോ നമ്മുടെ ജീവിതം, അങ്ങനെയാണ് ജീവിത അന്ത്യം എന്ന് പറയുക, ഈ അള്ളിപ്പിടുത്തം. അപ്പം നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. ഒരച്ഛൻ പ്രായമുള്ള ഒരു 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പം കൂടെ താമസിക്കുന്ന മോൻ പറഞ്ഞു, അച്ഛാ, അമ്മച്ചിയോട് ചോദിച്ചേ, അമ്മച്ചിക്ക് അവസാന ആഗ്രഹം വലുതുകൊണ്ടോ എന്ന്. ഓരോരുത്തർക്കും ഓരോ അവസാന ആഗ്രഹമല്ലേ. 90 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് അന്ത്യകൂദാശ കൊടുക്കുന്ന അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇനി അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ? അമ്മച്ചി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അമ്മച്ചി പറഞ്ഞു, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. ആരും കാണുന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ അച്ഛനോട് മാത്രം പറയാം, എൻ്റെ അച്ഛാ, എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹവും കൂടി ഉള്ളൂ. എന്താ അമ്മച്ചി എന്ന് ചോദിച്ചു. ഈ ലോകാവസാനം എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇതാണ് 90 വയസ്സുള്ള അമ്മയുടെ ആഗ്രഹം. ഇവിടെ മോൻ പറഞ്ഞ് 80 വയസ്സുള്ള അമ്മയ്ക്ക് അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ? അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ അമ്മ പറഞ്ഞ വാക്ക് ഇതാണ്, അച്ഛാ, തമ്പുരാൻ നല്ലവനാ, തമ്പുരാൻ നല്ലവനാ. എന്താണ് അനുഭവം? കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ കാട്ടാനായിട്ട് കുത്തേറ്റ് ഭർത്താവ് മരിച്ചു. ഒരു മകൻ വസൂരി പിടിച്ച് മരിച്ചു. ഒരു മകൾ കാട്ടിൽ പോയിട്ട് പിന്നീട് തിരിച്ചു കണ്ടിട്ടില്ല. പിന്നെ ഒറ്റ മകനേ കൂടെയുള്ളൂ. ആ മോൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മേശപ്പുറത്ത് പൊട്ടിയ ഒരു കൊന്ത, മുഷിഞ്ഞു പോയ ബന്ധിങ്ങം, പൊടിഞ്ഞു തുടങ്ങിയ തിരുഹൃദയത്തിൻ്റെ രൂപം, കീറിപ്പറഞ്ഞൊരു ബൈബിൾ, അതിന് മുമ്പിൽ കട്ടിൽ കിടന്ന് പറയുക, തമ്പുരാൻ നല്ലവനാ. നല്ലവർ സഹിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ഇല്ല. അവർ ശാന്തതയിലേക്ക് കടന്നു വരുന്നു. യേശുവിനെ പോലെ, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. 2, നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. യേശുവിനെ അനേകർ ആശ്വസിപ്പിച്ചു. പക്ഷെ യേശു പറഞ്ഞതെന്താ? ജെറുസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. മറ്റുള്ളവരിലേക്ക് തിരിയുക. സ്വന്തം സഹനത്തെ മറന്നു മറ്റുള്ളവരുടെ സഹനത്തെ ഓർക്കുന്നു. ചില മനുഷ്യരെ നമ്മളിങ്ങനെ കാണും. ചില കുടുംബങ്ങളിൽ കാരണവന്മാർക്ക് രോഗീലേപനം കൊടുക്കാൻ വേണ്ടി മക്കൾ വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ രോഗീലേപനം സ്വീകരിക്കാനുള്ള അപ്പനമ്മ കട്ടിലേൽ ഇങ്ങനെ പുതച്ചിരിക്കുന്നു. അച്ഛനെ കാണുമ്പോഴേ പറയുക, ഓ, അച്ഛൻ വേർത്ത് പോയല്ലോ, തോർത്ത് കൊടുക്കടാ, അച്ഛൻ മുഖം തുടയ്ക്കട്ടെ. അച്ഛൻ കാപ്പി കുടിച്ചിട്ടാണോ വന്ന്? ഇല്ലെങ്കിൽ കാപ്പി കൂടി കഴിഞ്ഞിട്ട് അന്തികുദാശ തന്നേച്ചാൽ മതി. അച്ഛാ, കരിക്ക് വെട്ടിത്തരട്ടെ, മാങ്ങ പൂളി തരട്ടെ, ഓറഞ്ച് പൊളിച്ച് തരട്ടെ, ആപ്പിൾ മുറിച്ച് തരട്ടെ. ചോദ്യം കേട്ടാത്തൊന്നും ഈ കക്ഷി എനിക്കാണ് അന്തികുദാശ തരാൻ പോവുക. ആ രീതിയില്ല. പ്രായമായി 85 വയസ്സ് പ്രായമുള്ളൊരു കാരണവർ തലയ്ക്ക് ക്യാൻസർ പിടിച്ച് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ചായ സഹിക്കാൻ പറ്റുമോ? ഉടനെ ആ മനുഷ്യൻ പറയുക, അച്ഛാ, 2ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ കിടന്ന് വേദനിക്കുമ്പം 8 പതിറ്റാണ്ട് ഈ ഭൂമി കണ്ട എനിക്ക് ഈ സഹനം ഒരു പ്രശ്നമല്ല. മറ്റുള്ളവരിലേക്ക് തിരിയുക. ഒരമ്മച്ചി വേദനയോടെ കിടന്ന് വളയുക. വീട്ടിൽ ചെല്ലുമ്പം ഞാൻ പറഞ്ഞു, മോനോട് പറഞ്ഞാൽ വേദന കുറയാനുള്ള മരുന്ന് മേടിച്ച് തരികയല്ലേ? ഉടനെ അമ്മ പറയുന്നു, അച്ഛാ, അവന് കാശില്ല. എൻ്റെ വേദന അവനെ അറിയിച്ചാൽ അവൻ കടം മേടിച്ച് കാശ് മേടിച്ച് എനിക്ക് മരുന്ന് മേടിച്ച് തരും. അവനെ വേദനിപ്പിക്കാതിരിക്കാൻ ഈ വേദന ഞാനങ്ങ് സഹിക്കുക. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുകയാണ്. ഞാൻ തിരുവല്ല അടുത്ത് കുറ്റൂരിൽ അവിടുത്തെ ഒരു പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ. അദ്ദേഹത്തിൻ്റെ മർത്തോമാ സഭയിൽപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 80 വയസ്സുള്ള പിതാവ് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു. അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം.
ഞാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ വേദനയുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു. കുറേ സമയം പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ ചോദിച്ചു, അച്ചായ വല്ലാത്ത വേദനയുണ്ടല്ലേ, സഹിക്കാൻ ബുദ്ധിമുട്ടാണ്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ വേദന എനിക്ക് സഹിക്കാൻ പറ്റും. അച്ഛൻ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുന്ന ഭാഗം അച്ഛനറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് എത്തിയതും അറിയാമല്ലോ. അറിയാം. അച്ഛാ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റും. എൻ്റെ കർത്താവാകുന്ന മോശ ഈ ലോകമാകുന്ന ചെങ്കടൽ ഈ ആശുപത്രി കിടക്കയിൽ കിടത്തി എന്നെ കടത്തുകയാണ്. എൻ്റെ കർത്താവെന്ന ജോഷുവ തേനും പാലും ഒഴുകുന്ന സ്വർഗമെന്ന കാനാൻ ദേശത്ത് എന്നെ എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ പഠിച്ച ഭൗതികമായ പഠനങ്ങൾ മുഴുവൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ കാറ്റത്ത് കരികൽ പോലെ തകർന്നടിയുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു, വേദപുസ്തകത്തിലേക്ക് തിരിയുന്നു, ജീവിതാനുഭവങ്ങളിലേക്ക് തിരിയുന്നു. അവസാനമായി നല്ലവർ സഹിക്കുമ്പോൾ അവരിലെ ശത്രുത ഇല്ലാതാകുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ശത്രുത ഇല്ലാതാകുന്നു. ശത്രുക്കൾ ചുറ്റുമുണ്ട്, പക്ഷെ ശത്രുതയില്ല. യേശുവിനെ ശത്രുവായി കണ്ടവരുണ്ട്, പക്ഷെ യേശുവിന് ശത്രുതയില്ലല്ലോ. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു ശത്രുതയെ എന്നേക്കുമായിട്ട് കുരിശിൽ വധിച്ചു. അവൻ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ശരിക്കും സഹിക്കുമ്പോൾ, നന്മയെ ജീവിച്ചിട്ട് നമ്മൾ സഹിക്കുമ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ശത്രുത ഇല്ലാതാകുന്ന ഒരു മനോഭാവത്തിലേക്ക്. സഹനത്തിൽ അർത്ഥം കണ്ടെത്താം. ഈശോ സഹിച്ചു, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ സഹിച്ചു, പരിശുദ്ധ അമ്മ സഹിച്ചു, അപ്പസ്തോലന്മാർ സഹിച്ചു, യൂദാസ് തൂങ്ങിച്ചെത്തു, യോഹന്നാൻ മാത്രമേ കട്ടിലേക്ക് കിടന്ന് മരിച്ചിട്ടുള്ളൂ, മറ്റെല്ലാവരും സഹിച്ചു. ആദിമസഭ സഹിച്ചു, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഹിച്ചു. നമുക്കും നമ്മുടേതായ ലോകത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ ദൈവം അനുവദിച്ചു തരുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചതുപോലെ അസ്വസ്ഥരാകരുത്. ഫിലിപ്പ്യ ലേഖനം 1-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ചിന്തയോടുകൂടി നമ്മുടെ സഹനത്തെ നമുക്ക് സ്വീകരിക്കാം. അതിൽ നമുക്ക് അർത്ഥം കണ്ടെത്താം.